അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൂന്നാം ക്ലാസ്സിലെ ഫിഖ്ഹ് ചാപ്റ്റർ 7 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. വുളൂ മുറിയുന്ന കാര്യങ്ങൾ. ഒരാള് വുളൂ ചെയ്തു, അയാളുടെ വുളൂ നഷ്ടപ്പെടുത്തുന്ന 4 കാര്യങ്ങളാണ് ഉള്ളത്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് വുളൂ മുറിയുന്ന കാര്യങ്ങൾ 4. 1. മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മനിയ് അല്ലാത്തത് പുറപ്പെടുക. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് നമുക്ക് മനസ്സിലായി, മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മനിയ് പുറപ്പെട്ടാൽ വുളൂ മുറിയുന്നതല്ല. 2. ഉറക്കം, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് പോലെയുള്ളവ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങാം. അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ ഏതെല്ലാം? ഉറക്കം, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു, ഉറക്കം തൂങ്ങിയാൽ വുളൂ മുറിയുന്നതല്ല. അപ്പോൾ അവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഉറക്കം തൂങ്ങൽ കൊണ്ട് വുളൂ മുറിയുന്നതല്ല. മുൻകൈന്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുക. മുൻകൈന്റെ പള്ള കൊണ്ട് തൊട്ടാൽ മാത്രമേ വുളൂ മുറിയുകയുള്ളൂ. വസ്ത്രത്തിന് മുകളിൽ തൊട്ടാലോ അല്ലെങ്കിൽ വേറെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം കൊണ്ട് തൊട്ടാലോ വുളൂ മുറിയുന്നതല്ല. എവിടെ തൊടണം? ഗുഹ്യസ്ഥാനം തൊട്ടാൽ മാത്രമേ വുളൂ മുറിയുകയുള്ളൂ. വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിക്കുക. ഈ 4 കാര്യങ്ങളാണ് വുളൂ മുറിയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ശരിയും തെറ്റും അടയാളപ്പെടുത്താം. നിസ്കാരത്തിനിടയിൽ വുളൂ മുറിഞ്ഞാൽ വുളൂ ചെയ്ത് വീണ്ടും നിസ്കരിക്കും. അതാണ് ശരിയായ ഉത്തരം. 2. ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ വുളൂ ചെയ്തതിനു ശേഷം നിസ്കരിക്കും. അതാണ് ശരിയായ ഉത്തരം. വുളൂ മുറിയുന്നവയും അല്ലാത്തവയും അടയാളപ്പെടുത്തി വേർതിരിക്കുക. സഹോദരിയെ സ്പർശിച്ചാൽ വുളൂ മുറിയില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്പർശിച്ചാൽ വുളൂ മുറിയും. ഗുഹ്യഭാഗങ്ങൾ ഗ്ലൗസ് ഉപയോഗിച്ച് തൊട്ടാൽ വുളൂ മുറിയില്ല. പനി പുറപ്പെട്ടാൽ വുളൂ മുറിയില്ല. തൂങ്ങി ഉറങ്ങിയാൽ വുളൂ മുറിയില്ല. ആവി പിടിച്ചാൽ വുളൂ മുറിയില്ല. വുളൂ എടുത്ത ശേഷം ഉറങ്ങിയാൽ വുളൂ മുറിയും. ചോദിച്ചു മനസ്സിലാക്കാം. മുൻകൈന്റെ പള്ള. 2 മുൻകൈ പരസ്പരം കൂട്ടി അടിക്കുമ്പോൾ സ്പർശിക്കുന്ന കൈയിന്റെ വെളുത്ത ഭാഗം മുഴുവനും. അന്യർ. വിവാഹബന്ധം ഹറാമല്ലാത്തവരാണ് അന്യർ. വലിയവർ, കണ്ടാൽ ആശിക്കപ്പെടുന്നവർ. വുളൂ മുറിയാത്ത ഉറക്കം, തൂങ്ങി ഉറക്കം. നന്നായിട്ട് എല്ലാവരും പഠിക്കുക. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇരുലോകത്തും വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബർക്കത്തും പുരോഗതി നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.